ഹായ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രണാമം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ മാല കെട്ടുകയാണ്. ഇന്നത്തെ രാഗം എന്ന് പറയുന്നത് സരസ്വതി എന്ന് പറയുന്ന രാഗമാണ്. ആ രാഗത്തിൽ സംവിധാനം ചെയ്ത ഒരു സിനിമാ ഗാനവും നമ്മൾ ഇതിൽ നിന്ന് പാടുന്നുണ്ട്. അപ്പൊ രാഗത്തെ നമുക്ക് പരിചയപ്പെടാം. 72 മേളകർത്ത രാഗ പദ്ധതിയിലെ 64ാമത്തെ മേളകർത്ത രാഗമാണ് വാചസ്പതി. 64ാമത്തെ മേളകർത്ത രാഗം വാചസ്പതി, 65ാമത്തെ മേളകർത്ത രാഗം കല്യാണി. ഈ കല്യാണിയും വാചസ്പതിയും തമ്മിൽ ഒരു സ്വരത്തിന്റെ വ്യത്യാസമുള്ളൂ, നിഷാദത്തിന്റെ. വാചസ്പതിയിൽ കൈശിക നിഷാദം, കല്യാണിയിൽ കാകളി നിഷാദം. അത്രയുള്ള വ്യത്യാസം. പാടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെയുള്ളൊരു രാഗമാണ്. ഈ രാഗത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. സരേ ഗമ. ഇപ്പൊ ഞാൻ ഗമകത്തിലാണ് സ്വരങ്ങൾ പറയുന്നത്, പ്ലെയിൻ നോട്ടല്ല പറയുന്നത്. സരേ ഗമ പധനി സ, അത് പ്ലെയിൻ നോട്ടാണ്. കല്യാണിയുടെ സ്വരമാണ് ഞാനിപ്പോ പാടിയത്. സാനിധ പമ ഗരീസ. ഇങ്ങോട്ട് വന്നപ്പോ ഗമകത്തിൽ പാടി നമ്മൾ. അപ്പൊ നമുക്ക് എല്ലാ സ്വരങ്ങളും എപ്പോ പാടുമ്പോഴും നമ്മൾ അത് മൊട്ടസ്വരങ്ങളായിട്ട് പാടി പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ. സരി ഗമ പധനീസ, അത് വാചസ്പതി. പധനീസ, അത് കല്യാണി. അത്ര വ്യത്യാസമുള്ളൂ. എന്നാലും പാടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട രാഗങ്ങളാണ്, രണ്ട് രാഗങ്ങൾ. സരി ഗമ പധനീസ സാനിധ പമഗരീസ. ആരോഹണം നമ്മൾ വാചസ്പതിയും അവരോഹണം കല്യാണിയുമാണ് പാടിയത്. നമ്മൾ ഇങ്ങനെയൊക്കെ പാടി നോക്കണം, എങ്കിലും നമുക്ക് ആ സ്വരസ്ഥാനങ്ങൾ നന്നായിട്ട് ഉറക്കുകയുള്ളൂ. സരി ഗമ പധനീസ സാനിധ പമഗരീസ കല്യാണി. സരി ഗമ പധനീസ സാനി കൈശി നിഷാദം സാനിധ പമഗരീസ. രണ്ട് രാഗങ്ങളും തമ്മിലുള്ള ഏറെക്കുറെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു വിശദമായ ക്ലാസ് എടുക്കുകയല്ല കേട്ടോ. ഏകദേശം എനിക്കറിയാൻ പാടുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിനേക്കാൾ ഉപരിയായിട്ട് വിശദമായിട്ട് പഠിപ്പിക്കാനുള്ള യോഗ്യതകളൊന്നും ഞാനൊന്നും എനിക്കില്ല. എനിക്കറിയാൻ പാടുള്ളത് ഞാൻ മനസ്സിലാക്കി വെച്ച്, ഇത്രയും കാലം കൊണ്ട് ഞാൻ മനസ്സിലാക്കി വെച്ച ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് അങ്ങനെ മോശമായ കമന്റുകളൊന്നും എഴുതരുത് കേട്ടോ. അപ്പോ ഇതാണ് 64ാമത്തെ മേളകർത്തരമായ വാചസ്പതിയിലാണ് സരസ്വതി ജന്യമായിരിക്കുന്നത്. സരസ്വതിയുടെ സ്വരങ്ങൾ സരിമ പദസ, അവരോഹണത്തിൽ സനിതപ മരിസ എന്ന് വരും. സരിമ പദസ പദസ സാനിധ പമരീസ. സരസ്വതിയുടെ ആരോഹണ അവരോഹണമാണ്. ഞാൻ ഒന്നുകൂടി പാടാം. സരിമ പധസ സാനിധ പമരീസ. അങ്ങനെ പാടുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ കയറി വരും അല്ലെ. സാനിധ പമരീസ മരീസ. സരസ്വതി രാഗത്തില് വർണ്ണമുണ്ട്, കീർത്തനമുണ്ട്,
സരസ്വതിയിലെ സ്വാതിരുന്നാളിൻ്റെ ഒരു കൃതിയുണ്ട്. സാദരമവ ഒരു കീർത്തനമുണ്ട്. അതിൽ തന്നെ വർണ്ണമുണ്ട്. പമരി സരി സനി ദസ സരി പമ പദ നിധ പമരി സരി മ. ഗണപതിയെ സ്തുതിച്ചുകൊണ്ടാണ് ആ വർണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത്. സുമുഖൈ കഗയദം ദയയ കയ പീലയ സുമുഖൈ കഗയദം ദയയ കയ പീലയ ഗജ മോദയ രയ സുമുഖൈ കയദം. അങ്ങനെയാണ് ആ വർണ്ണം. ഞാൻ ഒട്ടുമുക്കാൽ ദിവസങ്ങളിലൊക്കെ പാടാറുള്ള ഒരു വർണ്ണം, എനിക്കിഷ്ടമുള്ള ഒരു രാഗവും വർണ്ണമാണ് അത്. ഞാൻ റീൽ ചെയ്തിട്ടുണ്ട് ആ വർണ്ണം കേട്ടോ. റീലായിട്ട് ആ വർണ്ണം 2 കാലങ്ങളിൽ ഞാൻ പാടിയിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കേൾക്കുക. ഈ രാഗത്തിൽ ജന്യമായ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു നല്ലൊരു സോങ് ഉണ്ട്. ദേവരാജൻ മാഷും വയലാർ സാറും കൂടി ഉണ്ടാക്കിയെടുത്തൊരു പാട്ടുണ്ട്. സരസ്വതി യാമം കഴിഞ്ഞു ആ ഗാനമാണ്. അല്ല, എല്ലാവർക്കും ഇഷ്ടമായില്ലേ ആ പാട്ട്? ആ പാട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആ പാട്ട് ജന്യമായിരിക്കുന്നത് നമ്മുടെ ഈ രാഗത്തിലാണ്, സരസ്വതി രാഗത്തിലാണ്. അപ്പൊ നമുക്ക് ആ പാട്ട് ഇന്ന് നമുക്ക് പാടാം. ആ പാട്ട് പാടുന്നതിനേക്കാൾ മുമ്പ് ഇതിന്റെ രാഗം ഞാനൊന്ന് അല്പം പാടാം. പെട്ടിയോ ഹാർമോണിയമോ വയലിനോ ഒക്കെ ഉള്ളവർ വായിച്ചു നോക്കുക. ഞാൻ പാടിയത് തെറ്റാണെങ്കിൽ അത് അറിയിക്കുക കേട്ടോ. സരസ്വതിയാമം കഴിഞ്ഞു ഉഷസിൻ സഹസ്രദളങ്ങൾ പിരിഞ്ഞു വെൺകൊറ്റക്കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുണർന്നു. സരസ്വതിയാമം കഴിഞ്ഞു ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു വെൺകൊറ്റക്കുട ചൂടും
മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുണർന്നു. സരസ്വതിയാമം കഴിഞ്ഞു. അഗ്നികിരീടം ചൂടി അശ്വാരൂഢനായി. അഗ്നികിരീടം ചൂടി അശ്വാരൂഢനായി. കാലം അംഗം ജയിച്ചു വന്ന തറവാട്ടിൽ ഇതുവഴി തേരിൽ വരും ഉഷസേയേ. ഇവിടത്തെ അസ്ഥിമാടം സ്പന്ദിക്കുമോ സ്പന്ദിക്കുമോ? സരസ്വതിയാമം കഴിഞ്ഞു. ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു. വെൺകൊറ്റക്കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുയർന്നു ഉണർന്നു. മുത്തുടവാൾ മുനയാലേ നെറ്റിയിൽ ചന്ദനം ചാർത്തി. മുത്തുടവാൾ മുനയാലേ നെറ്റിയിൽ ചന്ദനം ചാർത്തി. കൈരളി കച്ചമുറുക്കി വന്ന് കളരികളിൽ നിറകതിർവാരിത്തൂകും ഉഷസേയേ. ഇനിയും ഒരംഗത്തിനു ബാല്യമുണ്ടോ ബാല്യമുണ്ടോ? സരസ്വതിയാമം കഴിഞ്ഞു. ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു. വെൺകൊറ്റക്കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുയർന്നു. സരസ്വതിയാമം കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ മാല ചുമപ്പും പച്ചയും ചേർന്നതാണ്. എന്റെ ലോക്കറ്റ് പോലെ ഇത്തിരി വൈറ്റ് വെച്ചിട്ടുണ്ട്. ആരും ഞാൻ ലൈവ് വന്നിട്ട് ആരെയും കണ്ടില്ല. എല്ലാവർക്കും നിറഞ്ഞ ഹൃദയത്തോടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നാം നീങ്ങുകയാണ്.